നമസ്കാരം, ഞാൻ നന്ദിനി. നബ്ഫിൻസിന്റെ ഉപഭോക്തൃ വിദ്യാഭ്യാസവും അവബോധവും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷന്റെ വിഷയം ക്രെഡിറ്റ് ബ്യൂറോയും നല്ല ക്രെഡിറ്റ് ബ്യൂറോ റെക്കോർഡിന്റെ ഗുണങ്ങളുമാണ്. സംരംഭം ആരംഭിക്കൽ, കുട്ടികളുടെ പഠനം, വീട് നിർമ്മാണം, വാഹനം അല്ലെങ്കിൽ ഉപകരണങ്ങൾ വാങ്ങൽ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് ലോൺ ആവശ്യമായേക്കാം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ക്രെഡിറ്റ് ബ്യൂറോയെക്കുറിച്ചും നല്ല ക്രെഡിറ്റ് ബ്യൂറോ റെക്കോർഡ് നിലനിർത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കി ഉത്തരവാദിത്തത്തോടെ എങ്ങനെ ലോൺ ഉപയോഗിക്കാമെന്ന് പഠിക്കാം. നമുക്ക് ഗംഗയും രമ്യയുടെയും കഥയിലൂടെ ആരംഭിക്കാം. ഗംഗയും രമ്യയും ബാല്യകാല സുഹൃത്തുക്കളാണ്. ഗംഗ ക്ഷേത്രത്തിനടുത്ത് പൂക്കട നടത്തുന്നു, രമ്യ മാർക്കറ്റിൽ ഭക്ഷണക്കട നടത്തുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും അവരുടെ സ്വന്തം ബിസിനസ്സുകൾ ആരംഭിക്കാൻ ലോൺ എടുത്തിരുന്നു. ഗംഗ തന്റെ പ്രതിമാസ തവണകൾ കൃത്യസമയത്ത് അടച്ചു, എന്നാൽ രമ്യ പലപ്പോഴും തവണകൾ താമസിച്ചായിരുന്നു അടച്ചിരുന്നത്. ഇപ്പോൾ ഇരുവരും അവരുടെ ബിസിനസ്സുകൾ വിപുലീകരിക്കുന്നതിനായി പുതിയ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഗംഗയുടെ ലോൺ എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടി, എന്നാൽ രമ്യയുടെ ലോൺ അപേക്ഷ മോശം ക്രെഡിറ്റ് ബ്യൂറോ റെക്കോർഡ് കാരണം നിരസിക്കപ്പെട്ടു. ഓ, രമ്യയെപ്പോലെ എന്റെ സഹോദരിയുടെ വായ്പയും നിരസിക്കപ്പെട്ടു. എന്തുകൊണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. ചേച്ചി, പക്ഷേ ഈ ക്രെഡിറ്റ് ബ്യൂറോ ട്രാക്ക് റെക്കോർഡ് എന്താണ്? ദയവായി വിശദീകരിക്കാമോ? സ്കൂളിൽ നല്ല മാർക്കുകൾ നേടിയാൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാനാവുന്നതുപോലെ ലോണുകൾക്കായി നമ്മുടെ ട്രാക്ക് റെക്കോർഡും പരിശോധിക്കും. ക്രെഡിറ്റ് ബ്യൂറോ എന്ന സ്ഥാപനം നമ്മുടെ എല്ലാ ലോണുകളും EMI അടച്ച വിശദാംശങ്ങളും കേന്ദ്രീകൃതമായി രേഖപ്പെടുത്തുന്നു. നമ്മൾ ഉത്തരവാദിത്തത്തോടെയും കൃത്യമായും ലോൺ തുക അടച്ചോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു സ്കോർ നിർണ്ണയിക്കപ്പെടുന്നു. ഈ സ്കോർ ക്രെഡിറ്റ് സ്കോർ എന്നറിയപ്പെടുന്നു. എന്നാൽ ചേച്ചി, ക്രെഡിറ്റ് ബ്യൂറോ ട്രാക്ക് റെക്കോർഡ് നമ്മെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ക്രെഡിറ്റ് ബ്യൂറോ ട്രാക്ക് റെക്കോർഡ് നമ്മുടെ ലോൺ യോഗ്യതയുടെ ഒരു മാനദണ്ഡമാണ്. ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും നമ്മളുടെ ലോൺ അപേക്ഷ പരിഗണിക്കുന്നതിനായി ക്രെഡിറ്റ് ബ്യൂറോ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്നു. അതിനാൽ നല്ല ക്രെഡിറ്റ് ബ്യൂറോ ട്രാക്ക് റെക്കോർഡ് ഉണ്ടെങ്കിൽ മികച്ച ഓഫറുകളും കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ എളുപ്പത്തിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ മോശം ക്രെഡിറ്റ് ബ്യൂറോ ട്രാക്ക് റെക്കോർഡ് ഉള്ളപ്പോൾ ലോൺ അപേക്ഷ നിരസിക്കപ്പെടാം, അല്ലെങ്കിൽ കൂടുതൽ പലിശ നിരക്കിൽ ലഭിക്കും. ചിലപ്പോൾ ഗ്യാരണ്ടിക്കായി സ്വത്തുവകകളും പണയപ്പെടുത്തേണ്ടി വരും. അതിനാൽ ഈ ക്രെഡിറ്റ് ബ്യൂറോ ട്രാക്ക് റെക്കോർഡ് വളരെ പ്രധാനമാണ്. ചേച്ചി, അതെങ്ങനെ മെച്ചപ്പെടുത്താം? അത് വളരെ എളുപ്പമാണ്. നല്ല ക്രെഡിറ്റ് ബ്യൂറോ ട്രാക്ക് റെക്കോർഡ് നിലനിർത്താൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ പ്രതിമാസ തവണകൾ കൃത്യസമയത്ത് അടയ്ക്കുക. ഒരു പ്രതിമാസ തവണയും വിട്ടുപോകരുത്, കാരണം മിസ്സായ പേയ്മെന്റിന്റെ റെക്കോർഡ് ഭാവിയിൽ മാറ്റാനാവില്ല. ചെറിയ ലോൺ എടുക്കുക. ആദ്യ ലോൺ പൂർണ്ണമായി അടച്ചതിനു ശേഷം മാത്രം ആവശ്യമെങ്കിൽ പുതിയ ലോൺ എടുക്കുക. ഒരേ സമയം അനവധി ലോണുകൾക്ക് അപേക്ഷിക്കരുത്. ക്രെഡിറ്റ് ബ്യൂറോ ട്രാക്ക് റെക്കോർഡ് എന്നതിന്റെ പ്രാധാന്യം ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണും. ശ്രദ്ധിക്കേണ്ട മറ്റ് ചില പ്രധാന കാര്യങ്ങളുണ്ട്. എല്ലായ്പ്പോഴും ശരിയായ KYC ഡോക്യുമെന്റുകൾ സമർപ്പിക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ ശരിയാണെന്ന് ഉറപ്പാക്കുക. നിങ്ങൾക്ക് ലോൺ വിവരം നൽകിയ ശേഷം അറിയിപ്പുകൾ SMS വഴി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ലോൺ കാർഡ് സുരക്ഷിതമായി സൂക്ഷിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. EMI അടച്ച ശേഷം രസീത് ആവശ്യപ്പെടുക. ലോൺ കാർഡിൽ ഇതിന്റെ അപ്ഡേറ്റ് ഉറപ്പാക്കുക. നിങ്ങളുടെ ലോൺ വിശദാംശങ്ങളും ലോൺ കാർഡും പതിവായി പരിശോധിച്ച് അടച്ച EMI കൃത്യമായി പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. കൂടാതെ വായ്പ ലഭിക്കുന്നതിന് ആർക്കും കമ്മീഷൻ നൽകരുത്. ജീവനക്കാരുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് പണം കൈമാറരുത്. ഒരിക്കലും റിംഗ് ലീഡർ മുഖേന ലോൺ എടുക്കരുത്. ലോൺ തുക സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ പങ്കിടരുത്. ഏറ്റവും പ്രധാനമായി ലോൺ സംബന്ധിച്ച എല്ലാ നിബന്ധനകളും നിയമങ്ങളും മനസ്സിലാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ഉടൻ ചോദിക്കുക. ബ്രാഞ്ച് ഹെഡ്, ടോൾ ഫ്രീ നമ്പർ, പരാതി പരിഹാര ഓഫീസർ എന്നിവരുടെ നമ്പറുകൾ കുറിച്ചുവെക്കുക. പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരുമായി ഉടൻ ബന്ധപ്പെടുക. തീർച്ചയായും ചേച്ചി, ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉറപ്പായും ശ്രദ്ധിക്കും. വളരെ നന്ദി ചേച്ചി. ഇന്നത്തെ സെഷനിൽ ഉത്തരവാദിത്തത്തോടെ വായ്പ എടുക്കുക, പ്രതിമാസ തവണകൾ കൃത്യസമയത്ത് അടയ്ക്കുക എന്നിവ എത്ര പ്രധാനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നന്ദി ചേച്ചി.